നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗോമതിയെ ആകാശം ആരിനും ചേർന്ന് സമാധാനിപ്പിക്കണം. അമ്മ വിഷമിക്കാതിരിക്കുക, പൈസ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കുന്ന പറയണേ. ബാലേണ്ണ ഈ വീട് പണയം വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്കറിയില്ല. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, വീട് പണയം വെക്കാനോ അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മേ, ഞങ്ങൾ എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കാം, ലോണൊക്കെ ഞങ്ങൾ നോക്കാം, ലോണൊക്കെ സംഘടിപ്പിക്കാൻ നോക്കാം. അപ്പോഴേക്കും കോമതി പറഞ്ഞു, അതെ എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, ആ സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെക്കുവോ വിൽക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്യാം, എന്നിട്ട് പൈസ കൊടുക്കാം പാവം ബാലേട്ടന്, അല്ലെങ്കിൽ എന്ത് ചെയ്യും. ആരിനും ഗോമതിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ ഈ സ്വർണ്ണമൊക്കെ വിൽക്കാനോ ഒരിക്കലും ഇല്ല. അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങിച്ചു തന്ന 1 ഗ്രാം പോലും പണയം വെക്കാനോ വിൽക്കാനോ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കണം, അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. അമ്മ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗോമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനോട് ആര്യം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, ആ ജീവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ജീവനെ വിളിക്കാനാ? അതെ, അവനെ ഇച്ചിരി ജനുവിനാന്ന് തോന്നുന്ന ആള് കണ്ടിട്ട്. ഒരു പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിലേ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് തരുമായിരിക്കും, നമുക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ശരിയാ, ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചു നോക്കുവാണ്. ആ സമയത്ത് ആനന്ദ് കമ്പനിയിലേക്ക് പോകുന്ന വഴിക്കാണ് ആനന്ദ് ഒരു കാര്യം ഓർക്കുന്നത്. പെട്ടെന്ന് തന്നെ ബൈക്ക് നിർത്തിയിട്ട് ആനന്ദ് ഉദയഭാനുവിന്റെ നമ്പർ എടുത്ത് വിളിക്കുക. ഉദയഭാനു പുറത്ത് കടയിലേക്ക് വന്നായിരുന്നു. ആനന്ദിന്റെ നമ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ഉദയഭാനു ഒന്ന് ഞെട്ടി. ദൈവമേ, എന്ത് കോടാലിയായിട്ടാണ് പോലും ഇനി ഇവൻ വിളിക്കുന്നത്. അങ്ങനെ കോൾ എടുത്തു. ആ ആനന്ദ് മോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എടോ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണൂല്ലേ, താനും കൂടെ ചേർന്നിട്ടായിരിക്കൂല്ലേ, താനായിരിക്കും തന്റെ മകളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണേ. എന്തിനു പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണേ? എന്തൊക്കെ ആനന്ദ് മോനെ പറയണേ? എനിക്കൊന്നും അറിയത്തില്ലല്ലോ. തനിക്കൊന്നും അറിയത്തില്ല പോലും. താൻ കൂടുതൽ കിടന്ന് അഭിനയിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? എനിക്കൊന്നും അറിയില്ല. എടോ, അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യം അറിയാലോ. അവളുടെ കല്യാണം മുടങ്ങിയതിന് ശേഷം ഇവിടെ കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോനെ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കല്യാണത്തിന് വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ വരാതിരുന്നേ. എടോ, താൻ കല്യാണത്തിന് വരുവോ വരാതിരിക്കുവോ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. തന്റെ മോളുണ്ടല്ലോ ശ്രീദേവി, അവൾ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയിരിക്കുക. അവളുടെ പോക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഉള്ള സത്യങ്ങളൊക്കെ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറയും. പിന്നെ തന്റെ മോള് തന്റെ വീട്ടിലായിരിക്കും. അയ്യോ മോനെ, അങ്ങനെ അവിവേകം ഒന്നും കാണിക്കരുത്, ചതിക്കരുത്, എന്റെ മോളെ ഒന്നും ചെയ്യരുത്, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ, വീട്ടിൽ കൊണ്ട് വിടാതിരിക്കണമെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യണം, മോളെ വിളിച്ചിട്ട് പറയണം, മേലെ ഗോമതി സ്റ്റോഴ്സിന്റെ പടി കിടക്കരുതെന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടെ തന്റെ മോള് വീട്ടിലായിരിക്കും. അയ്യോ ഇല്ല മോനെ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം, ദൈവത്തെ ഓർത്ത് ചതിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ഉദയഭാനു ടെൻഷനായി. ഇവളിത് എന്ത് ഭാവിച്ച? വലിയ സ്വർണ്ണക്കടയിലേക്കാ പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതാ പലചരക്ക് സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന കടയിലേക്ക് പോയി നിൽക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഉദയഭാനു ശ്രീദേവിയെ വിളിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് കടയിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ആകാശം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, എന്താടാ മാമ, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണ്ടേ? അവൾ ഒറ്റ എഴുത്തി എല്ലാത്തിനും കാരണം ആ അനു. ഒരു ദിവസം അവളെ എൻ്റെ കൈ കിട്ടും, അവളുടെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല ആകാശേ. പിന്നെ എങ്ങനെ പറയാതിരിക്കും ഏട്ടത്തി? ഇപ്പൊ അവൾ ഒറ്റ എഴുത്തിയല്ലേ അച്ഛൻ്റെ നമ്മുടെ എല്ലാവരുടെയും മനപ്രയാസത്തിന് കാരണം. അവളിങ്ങനെ ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ, ഈ ചതി ചെയ്തില്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? രാമേട്ടൻ പറഞ്ഞു, എടാ ബാലന് വീട് പണയം പെടുത്തി പൈസ എടുക്കുമെന്ന് പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. നോക്കണം, എന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ ലോൺ കിട്ടുവാണെങ്കിൽ അത് കൊടുക്കണം എന്നൊക്കെ ആകാശ് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഊരാ കൊടുക്കുന്ന രക്ഷപ്പെടണം, അതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. അപ്പോഴാണ് ശ്രീദേവിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞ് പുതിയഭാനു, ദൈവമേ അച്ഛനാണല്ലോ, എന്തിനായിരിക്കും വിളിക്കുന്നത്? പെട്ടെന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഇറങ്ങി ശ്രീദേവി പുറത്തേക്ക് വന്നു. എന്താ അച്ഛാ, കാര്യം എന്താ? മോളെ നീ ഇത് എവിടെയാ? ഞാൻ എവിടെയാണെങ്കിൽ അച്ഛൻ എന്താ? നീ കാര്യം എന്താ വെച്ചാ പറ. ഞാൻ ഗോമതി സ്റ്റോഴ്സില്. മോളെ നീ ആയിട്ട് നിന്റെ ജീവിതം തല്ലിക്കെടുത്തരുത്. ഗോമതി സ്റ്റോഴ്സിലേക്ക് നീ ഇനി പോകേണ്ട കാര്യമില്ല. അതെന്താ അച്ഛാ? നീ എന്തിനാ വെറുതെ ആനന്ദിനെ ചൊടിപ്പിക്കുന്നേ? നിന്റെ ജീവിതം താർക്കുന്ന എന്തിനാ? അതുകൊണ്ട് നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകണ്ട കേട്ടോ. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അതെന്റെ തീരുമാനം, ഗോമതി സ്റ്റോഴ്സിലേക്ക് വരിക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അതിനൊരു മാറ്റമില്ല. പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയും ചെയ്തു. മോളെ മോളെ എന്നൊക്കെ ഉദയഭാനു വിളിച്ചെങ്കിലും ശ്രീദേവി കോളും കട്ട് ചെയ്തിട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. ഉദയഭാനു വല്ലാത്തൊരു പേടിയായി പോയി. അതേ സമയത്ത്
ബാലൻ ഒരു ഡീലറെ കണ്ട് തിരികെ വരുന്ന വഴിക്ക് അനന്തൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനന്തന് ബാലന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളോട് കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിന്നേ. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, എന്ത് കാര്യം? അതെ, നിങ്ങളുടെ മോൻ ആര്യനുണ്ടല്ലോ, മാര്യനാന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷെ അവൻ ഇങ്ങനെ ഒരുത്തരാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതെ, ബാക്കിയുള്ളവരോടുള്ള ദേഷ്യം എന്റെ മിത്രയോട് തീർത്തേക്കരുത്, അത് അവനോട് പറഞ്ഞേക്കണം. മിത്രയോട് തീർക്കാനോ? അതെ, അവളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേക്കണം. ഉപദ്രവിക്കാനോ? ആര്യനാ? നിങ്ങൾക്കിത് എന്ത് പറ്റിയാണെന്താ? അതെ, കൂടുതലൊന്നും പറയണ്ട, വ്യക്തമായിട്ടുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പറയണേ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ദേ വെറുതെ കള്ളത്തരം പറയരുത്, എന്റെ മോന് ആര്യനെ എനിക്കറിയാം. അവന് ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പിന്നെ മിത്ര അതുപോലെ തന്നെ കാണുന്നേ. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, എൻ്റെ അടുത്ത് വെറുതെ കള്ളത്തരം പറയണ്ട. അവളെ ഉപദ്രവിച്ചിട്ടാണെങ്കിലേ നിങ്ങളുടെ മോള് വീട്ടണമെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അനന്തൻ അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ബാലൻ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നിന്നേ. അതെ, ഇങ്ങനെ അങ്ങ് ഡയലോഗ് പറഞ്ഞിട്ട് പോയാലോ? നിങ്ങൾ മോളെക്കുറിച്ച് വാദം ഇപ്പൊ സംസാരിച്ചു. നിങ്ങളുടെ മോളുടെ ഇഷ്ടം എന്താന്ന് നിങ്ങൾ ഇതിനായിട്ട് ചോദിച്ചിട്ടുണ്ടോ? അവളുടെ ആഗ്രഹം എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? അവൾക്ക് എന്തേലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവള് ഞങ്ങളോട് പറഞ്ഞേനും. പിന്നെ പറഞ്ഞേനും പോലും നിങ്ങൾക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നിങ്ങൾ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എന്റെ മോൻ ആര്യനുണ്ടല്ലോ, അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കാനുള്ള ഓട്ടത്തിൽ അവന്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്നെ പോലും അവൻ എതിർത്തു. അവളുടെ ആഗ്രഹത്തിന് വിഘ്നമായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്കറിയത്തില്ലോ. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ അവൾക്ക് ഭർത്താവായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ മോള് പുണ്യം ചെയ്യണം. ഇത് കേട്ടതും അനന്തന് അന്താളിപ്പോടുകൂടി ബാലനെ നോക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി മേലെ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ആരിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയുള്ളൂ. എൻ്റെ മോനായതുകൊണ്ട് പറയുമൊന്നുമല്ല. അവനെ കണ്ടുപഠിക്കണം. അതൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അനന്തന് ഭയങ്കര സന്തോഷമായി. അനന്തന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അനന്തന് അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറി. ഈ സമയത്ത് അച്യുതൻ അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അച്യുതന് അതൊട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനന്തന് സന്തോഷമായെന്നുള്ള കാര്യം അച്യുതന് മനസ്സിലായി. അനന്തൻ പെട്ടെന്ന് കാറിൽ കയറി അങ്ങോട്ട് പോവുകയും ചെയ്തു. അനന്തനാണ് അച്യുതനോട്ട് കണ്ടതുമില്ല. പിന്നീട് അച്യുതൻ അലോകിനെ വിളിക്കുകയാണ്. ആ സമയത്ത് അലോക് അനുസരയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക്. അങ്ങനെ അച്യുതന്റെ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കാർ നിർത്തി അലോക് പുറത്തേക്ക് ഇറങ്ങി. എന്താ അച്ഛാ? എടാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഹരിന്തേട്ടനാ ബാലിനെ കാത്തു നിന്നു. എന്തിനു വേണ്ടിട്ടാണെന്നറിയാവോ? മിത്രയ്ക്ക് ഒരു ആപത്തും ഉണ്ടാവരുത്, മിത്ര അവിടെ സുരക്ഷിതമായിരിക്കണമെന്ന് പറയാനൊക്കെ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞ എന്താണെന്നറിയാം, അവൾക്ക് അവിടെ ഒരു കുഴപ്പമില്ലെന്നൊക്കെയുള്ള കാര്യം. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനന്തേട്ടന് സമാധാനവും സന്തോഷമായി. നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല, മിത്രയ്ക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇതിങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല, നിനക്കറിയാലോ. മാക്സിമം നീ ഹനുവിനെ ഇവിടെ ഇട്ട് പൊരിച്ചെടുക്കണം. ഒരു കാരണവശാലും അവള് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അവളുടെ കരച്ചില് ദേവമംഗലത്തുള്ളവർ കേൾക്കണം. അതെനിക്ക് വിട്ടു തന്നേരം അച്ഛാ. ഇപ്പൊ അവൾക്കൊട്ടൊരു പണി കൊടുക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്. അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെന്നവര് ഒടുവിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോക അനുവിനോട് പറഞ്ഞു, അതെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. ശരി. അങ്ങനെ അനു ഓരോ കളറൊക്കെ സെലക്ട് ചെയ്ത് അലോകിനോട് ചെയ്ത് എങ്ങനെയുണ്ട്? നല്ലതായിട്ട് ചേരുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കുറച്ച് കോൾസൊക്കെ വിളിക്കാണ്ട്, ഞാൻ പുറത്ത് കാണും. പർച്ചേസും കഴിഞ്ഞുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി. ശരി, ആയിക്കോട്ടെ. അലോകിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ എന്ന് അനുസരി പറഞ്ഞു. അങ്ങനെ അലോക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അനു അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുവാണ്. ഇതേ സമയത്ത് ആകാശവും ആര്യനും കൂടെ ജീവനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ജീവൻ ഒരു 9 മണി കഴിയുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും കണ്ടില്ല. ദേ എടാ ആര്യ, അവൻ നമ്മളെ പറ്റിച്ചെന്ന് തോന്നി, ഇതിലായിട്ടും വന്നില്ലോ. വരും, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9:30 ആയി കഴിഞ്ഞപ്പോൾ ജീവന്റെ കാർ അങ്ങോട്ട് വന്നു. ജീവൻ വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ എനിക്ക് ആരും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ അത്യാവശ്യമായിട്ട് കാര്യം വന്നോണ്ടാ അരമണിക്കൂർ ലേറ്റ് ആയത്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി, അങ്ങനെ ഒരിക്കലും അവന് ചെയ്യുന്നത് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല, സോറി കിട്ടോ എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, ജീവനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ലെന്നറിയാം, ജീവനും കുടുംബത്തിനും ഞങ്ങൾ കാരണം നാണക്കേടം ഉണ്ടായില്ലേ. ജീവൻ പറഞ്ഞു, സാരമില്ല പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ചെയ്ത ശരിയായിട്ടുള്ള കാര്യം, സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾക്ക് ഈ കാര്യങ്ങൾ നേരത്തെ എന്നോടൊന്ന് തുറന്നു പറയായിരുന്നു. അതോർക്കും മാത്രം എനിക്കൊരു സങ്കടമുണ്ട്. അല്ല, നിങ്ങളെ വിളിപ്പിച്ച കാര്യം എന്താ വെച്ചാൽ പറഞ്ഞില്ല. അത് പിന്നെ ജീവന്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? അത് നഷ്ടപരിഹാരം ചോദിക്കാനായിട്ടാ. 1 കോടി രൂപയാ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. 1 കോടി രൂപയോ? അതെ. അല്ല, ഇതിനിപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ജീവൻ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞിട്ട്
എന്തെങ്കിലും ഒരു ഇളവ് മേടിച്ചു തരണം. അത്രയും പൈസയൊക്കെ ഞങ്ങളെ കൊണ്ട് കൂട്ടിയേ കൂടില്ല. അത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ വല്ല ലോൺ എടുക്കുവോ ആ വീട് വിൽക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞങ്ങൾ വലിയൊരു കടക്കണിയിലേക്ക് വീണു പോകും. അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ ജീവൻ വീട്ടിലൊന്ന് സംസാരിച്ച് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞങ്ങൾ പൈസ തരില്ല എന്ന് പറയുന്നില്ല, തരും. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു തുകയെ തരത്തുള്ളൂ. അത് കേട്ടതും ജീവൻ പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇല്ല. എങ്കിൽ ശരി എന്നും പറഞ്ഞ് ജീവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആര്യനോട് ആകാശ് പറഞ്ഞു, നീ അല്ലടാ പറഞ്ഞേ ഇവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവുന്നു, എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെയാണെങ്കിൽ കേസ് വരും എന്നുള്ള കാര്യം ഉറപ്പാ. പൈസ കൊടുത്തില്ലെങ്കിൽ അവർ കൊണ്ട് കേസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആകെപ്പാടെ നാണക്കേടാവുന്ന കാര്യം അറിയാം. ഇതേ സമയത്ത് അനു കടയിൽ സാധനങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു, എല്ലാം സെലക്ട് ചെയ്തു. പിന്നീട് അലോകനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയം അലോക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അച്യുതനോട് പറഞ്ഞു, ഇപ്പൊ അവള് പർച്ചേസിങ് കഴിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരിക്കും, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ വീട്ടിലാന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ലോ. അവളുടെ ഒടുക്കത്തെ പർച്ചേസ് ഇന്നും കൊണ്ട് തീരും. പിന്നീട് അലോക് പറഞ്ഞു, ഞാനിന്ന് ഫോൺ ഓണാക്കി നോക്കട്ടെ, അവളെ വിളിച്ചിട്ടുണ്ടോന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഓണാക്കുവാണ്. ഈ സമയത്ത് അനു എന്ത് ചെയ്തു, കുറച്ചു നേരം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ലിഫ്റ്റിലേക്ക് പോയി കയറുവാണ്. അനുവിന്റെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അനു മിക്കവാറും എന്തെങ്കിലും പണി കൊടുത്ത് കാണുമായിരിക്കും. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.